നമസ്കാരം. 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 പിന്നെ താരവിളയാട്ട് ഇപ്പഴല്ല ചേട്ടാ, ഞാൻ വിളിക്കുമ്പോ എൻട്രി വന്നാ മതിയായിരുന്നു. അയ്യോ, ഞങ്ങൾ വിളയാടാൻ വന്നതല്ല, വിളയാട്ടുകാരുമല്ല. അയ്യോ സോറി, ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു പോലീസുകാരനാണ്. ഓ ഹായ്. ഇതെന്റെ വൈഫ് സ്വപ്ന. സ്വപ്ന, ഫുൾ ഗോൾഡ്, എവരിവെയർ ഗോൾഡ്. നല്ല കൈക്കൂലി ആയിരിക്കും അല്ലേ പോലീസുകാരനായോണ്ട്? ഞാൻ ആവശ്യം പറയരുതട്ടാ, കൈക്കൂലി ഞാൻ കൈ കൊണ്ട് ഓടാറില്ല. എന്റെ ചേട്ടൻ മേടിക്കത്തേ ഇല്ല. ആണോ? ഗൂഗിൾ പേ വഴിയാണ് ഞാൻ മേടിക്കുന്നത്. കൈ കൊണ്ട് ഓടില്ല, പക്ഷെ ഗൂഗിൾ പേ വഴി. അതെ. പിന്നെ ഞങ്ങളിപ്പോ ഇവിടെ വന്നതേ എന്താണ് നമ്മളെല്ലാവരും ഇവരോടും കൂടിയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിനെ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയോ? പരിഹാരം പപ്പേട്ടൻ. പരിഹാരം പപ്പേട്ടൻ. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും വിത്തിൻ സെക്കൻഡ്സ് പുള്ളി വന്ന് പരിഹരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ നമ്മൾ പരിചയപ്പെടണം അല്ലേ? പുള്ളിക്കാരൻ എന്തിയെ? അയ്യോ എന്തിയെ? ഞങ്ങളുടെ കൂടെ വന്നിരുന്നു. അപ്പൊ ഈ ഗേറ്റിൽ വെച്ച് രണ്ടുപേരുടെ പ്രശ്നം. അപ്പൊ പുള്ളി അത് പരിഹരിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നു. ഇപ്പൊ വരാന്ന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് പോന്നോ, ഞാനിത് പരിഹരിച്ചിട്ട് വരാന്ന് പറഞ്ഞു. ആണ് ഇപ്പൊ വന്നോളൂരിക്കും അല്ലേ? അതേ വരണ്ട്, പപ്പേട്ട വരണ്ട്. പപ്പേട്ട നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഗേറ്റിന്റെ അവിടെ വെച്ച് എന്താണെന്ന് പ്രശ്നം? രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ ഭയങ്കര പ്രശ്നം. അത് അവര് ഭയങ്കര സുഹൃത്തുക്കളാണ്. നിസ്സാര സംഭവത്തിനാണ് ഒരു വഴക്കുണ്ടായത്. അതായത് ഒരു സിഗരറ്റേ അവരുടെ കയ്യിലുള്ളായിരുന്നു. അവർ രണ്ടുപേരുടെ അത് ഒരു പുകയെടുക്കും, അങ്ങനെ ഷെയർ ചെയ്ത് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും രണ്ടുപേർക്കും ഒരേ പിടിവാശി. ലാസ്റ്റ് പഫ് എനിക്ക് വേണം, ലാസ്റ്റ് പഫ് അവന് വേണമെന്നും പറഞ്ഞു. എന്നിട്ട് പപ്പേട്ടൻ എങ്ങനെ പരിഹരിച്ച്? ഇതിപ്പം ഒരാൾക്കല്ലേ ലാസ്റ്റ് പഫ് വലിക്കാൻ പറ്റൂ, അല്ലേ ഉള്ളൂ. ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ സിഗരറ്റ് ഞാനിങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ആഞ്ഞൊരു പുകയും എടുത്തു, ലാസ്റ്റ് പഫ് ഞാനിങ്ങ് എടുത്തിട്ട് രണ്ടെണ്ണത്തിന് തല അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ും പറഞ്ഞ് രണ്ടുപേരുടെ മുഖത്തോട്ട് ഊതി വിട്ടു. ആ പ്രശ്നം ഞാൻ അങ്ങനെ സോൾവ് ചെയ്തു. മൂന്ന് പേര് വലിച്ചു. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ഡിവോഴ്സ് വരെ എത്തേണ്ട ഒരു വലിയ പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വേണോന്നുള്ള മോഹം ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പം എനിക്കാണെങ്കിൽ ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ചേട്ടനാണെങ്കിൽ ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം. ഞങ്ങള് വഴക്കായി, അടിയായി, ബഹളമായി, അയലത്തുകാരും നാട്ടുകാരും എല്ലാം വന്നു. ഭയങ്കര പ്രശ്നം. അപ്പോഴാണ് ഒരു ഘട്ടത്തിൽ വിവാഹബന്ധം വേർപെടുത്തി ഇവർ പിരിയണം എന്നുള്ള ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. എന്താണ് ചെയ്തത്? എങ്ങനെയാണ് അത് സോൾവ് ചെയ്തത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസവിക്കാൻ പോകുന്ന ആദ്യത്തെ കൺമണി അവിടെ ഇരിക്കട്ടെ, രണ്ടാമത്തെ കൺമണിയെ പ്രസവിക്കും. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? മനസ്സിലായില്ലേ? അല്ല, ഇത് വേറൊന്നുമല്ല. മുമ്പേ ഈ സിദ്ദിഖ്ലാലിന്റെ ആദ്യത്തെ പടം ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞു. അപ്പോ എല്ലാവരും വന്നിട്ട് കുറച്ച് നിങ്ങൾ ഈ രണ്ടാമത്തെ പടമാണ് നിങ്ങളെ സംവിധായകരാണെന്ന് പ്രൂവ് ചെയ്യുന്ന സാധനം. ഈ രണ്ടാമത്തെ പടമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുത്ത് ചെയ്യേണ്ടത്. അപ്പൊ അത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് അപ്പോഴേക്കും സിദ്ദിഖ്ലാൽ പറഞ്ഞൊരു സാധനമുണ്ട്, ഞങ്ങള് അതിനൊരു വലിയ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പടം ചെയ്യാൻ പോകണം, ഞങ്ങൾ മൂന്നാമത്തെ പടം ചെയ്യാൻ പോകണം, അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പടം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതല്ലേ ആ സിമ്പിൾ മെത്തേഡാണ് ഞാൻ ഉപയോഗിച്ചു. സംഭവം സക്സസ് ആയി. ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രസവത്തിൽ രണ്ടാമത്തെ കുട്ടി ജനിക്കുന്ന ദമ്പതികൾ ഇവരുടെ. വീട്ടിൽ 5 വയസ്സുള്ള ഒരു കൊച്ച് രണ്ടാമത്തെ കൺമണി ഓടി നടക്കുന്നുണ്ട്. അതെങ്ങനെ ശരിയാണ് മനസ്സിലാവാത്ത ഈ കൊച്ചിന്? അവർക്ക് 3 പേർക്ക് മനസ്സിലായി, പിന്നെ കൊച്ചിന് മാത്രം ശരി. സോറി, എന്റെ മിസ്റ്റേക്ക്. എന്റെ കാര്യം എനിക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നുള്ളത് ഞാൻ അത് വിട്. വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതുപോലെ സോൾവ് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പ്രശ്നങ്ങൾ. മലയാള സിനിമയില് ഒരുപാട് സിനിമകൾ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ സോൾവ് ചെയ്ത് വിട്ടായിരുന്നു പല പ്രശ്നങ്ങളും. ഉദാഹരണത്തിന് ഇപ്പൊ നരസിംഹ സിനിമയില്ലേ, അതിനകത്ത് മണപ്പള്ളി മാധവനും നമ്മുടെ ഇന്ദുചൂടനും തമ്മിലുള്ള ആ ഒരു പ്രശ്നമാണ് ചിതാഭസ്മം ഒഴുക്കരുതെന്ന്. അതിനകത്ത് പപ്പേട്ടനെ വിട്ടിരുന്ന ആ സിനിമയുടെ ആവശ്യമില്ലായിരുന്നു. പുള്ളി അത് പരിഹരിക്കും. ഞങ്ങളൊന്നും വേണമെങ്കിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഞാൻ പവിത്രനാവാം. അപ്പൊ ലാലേട്ടൻ വേണ്ടേ? ലാലേട്ടൻ വന്നോളും. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പുള്ളിക്ക് വലിയൊരു പ്രശ്നം പരിഹരിക്കാനാണ്, അതിനൊന്ന് സഹായിച്ചു. ഞാനത് ഇരുന്ന് മനസ്സിലാക്കിക്കോട്ടെ. മനസ്സിലാക്കൂ. നീ ഇപ്പൊ എന്റെ ഭാര്യയല്ല. അല്ല, നീ ഇന്ദുചൂടന്റെ ഒക്കെ ടീമാണ്. അപ്പൊ ഞാനേ ഇന്ദുചൂടന്റെ കൂട്ടുകാരനാവട്ടെ. ശരി. അപ്പൊ പവിത്ര ഞാൻ ഇന്ത്യയുടെ എന്താ? മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കാനാണ് ഭാവമെങ്കിൽ നടക്കില്ല. മാറി നിക്കടി വഴിയുന്ന്, മാറി നിക്കട വഴിയുന്ന്.
നടക്കില്ല നടക്കില്ല നടക്കില്ല. വഴിന്ന് മാറി നിൽക്കാനാണ് പറഞ്ഞത്. കയ്യൂക്കിന്റെ ബലത്തിലാണ് സംസാരിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോട് സംസാരിക്കേണ്ടി വരും. ആഹാ, എനിക്ക് തോന്നി നിന്റെയൊക്കെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്ന്. വിളിക്കടി അയാളെ, വിളിക്കടാ അയാളെ. ഞാനല്ല, ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വന്ന പരിഹാരം പപ്പനാണ്. എടോ കോപ്പെ തന്നെയല്ല, അതിനെന്തിനാണ് എന്നെ കോപ്പയെന്ന് വിളിച്ചത്? അല്ല NF-ന്റെ സൗണ്ടിൽ പറഞ്ഞു പോയതാണ്. ക്ഷമിക്കണല്ല. വിളിക്കയാളെ. വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. ആരാടി വിളിക്കടി അവനെ? അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂത്രിയുടെ പേര് മൂത്രിയാ? അതോ നരസിംഹം. ശരിക്കും? ദാ നോക്ക്. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് ഒരു അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ യഥാവിധി ചെയ്യണമെന്നുള്ളത്. മടപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാപാപി സർവോപരി നാറയുമായ നിന്റെ തന്തയുടെ എല്ലുപൊടിയും മാംസം കത്തിച്ച ചാരവും പവിത്രമായ ഈ പുഴയിൽ ഒഴുക്കരുത്. അത് കളങ്കമാവോ? അതെന്തൊരു വർത്താനമായി പറയുന്നു? അതെന്താ അങ്ങനെ പറയുന്നു? ഒരു സൈഡ് മാത്രം സംസാരിക്കുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഇന്നലെ ആ പുഴയുടെ സൈഡിൽ കൂടെ വന്നപ്പോൾ താങ്കളും താങ്കളുടെ സുഹൃത്തുക്കളും അവിടെ ഇരുന്ന് ബിയർ അടിക്കുന്നത് ഞാൻ കണ്ടിരുന്നല്ലോ. ആ ബിയർ അടിച്ച കുപ്പി നിങ്ങൾ എങ്ങോട്ടാണ് കളഞ്ഞത്? അത് പുഴയിലൊഴുക്കി. വീട്ടിലെ മാലിന്യങ്ങൾ എവിടെയാണ് കൊണ്ട് കളയുന്നത്? പുഴയെ കളയും. പിന്നെ കുട്ടികളുടെ സ്നഗിയും പിന്നെ പാമ്പേഴ്സും ഒക്കെ പുഴയെ കൊണ്ടൊഴുക്കുകയാണ്. അത് അവിടെ കൊണ്ടൊഴുക്കാം. ഒരു 150 ഗ്രാം ചാരം അദ്ദേഹത്തിന്റെ അച്ഛന്റെ 150 ഗ്രാം ചിതാഭസ്മം ആ പുഴയിൽ ഒഴുക്കുമ്പോൾ എന്താണ് കുഴപ്പം? എന്താണ്? അതിപ്പോ ഞാൻ ഒഴുക്കുന്നതൊക്കെ ഒഴുകിപ്പോകും. ബാക്കി പുള്ളി അവിടെ ഒഴുക്കിയ ചാരം അവിടെ നിന്ന് കിളിച്ചു വരുവാണോ അവിടെ ശരിക്കും ചെയ്യുന്നത്? അത് ഒഴുകി പോകും. അത് വെള്ളത്തിൽ ലയിച്ചു പോകും. ഇത്രയുള്ള പരിഹാരം കാണുന്നില്ലേ? എന്താ ഒരു കാര്യം ചെയ്യാം, ഈ ചിതാഭസ്മം തെങ്ങിൻ തൊടിയിൽ ഒരു കുഴി വെട്ടി അതിനകത്തിട്ട് മൂട് ചെല്ലേ. അത് നല്ലൊരു പരിഹാരമാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിന്റെ ചുവട്ടിൽ തടം വെട്ടി അവിടെ കൊണ്ട് മൂടത്. തെങ്ങില്ല വീട്ടിൽ തെങ്ങില്ലേ? ഇല്ല. ലാവുണ്ടോ? ലാവില്ല. എങ്കിൽ മാവ് കാണും ഉറപ്പ്. മാവില്ല. നിനക്ക് പുരയിടമെങ്കിലും ഉണ്ടോ വീട്ടിൽ? 100 വാഴ വെച്ചിട്ടുണ്ട്. വാഴയുടെ മതി, ധാരാളം. ഒരു വാഴയുടെ ചുവട്ടിൽ കാലുകൊണ്ട് ഇങ്ങനെ എടുക്കാം. ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് ഈ സാരം അവിടെ ഇട്ടിട്ട് അവിടെ മൂടി കഴിഞ്ഞാൽ നല്ല ഏറ്റ കൊല വെട്ടാം. അന്ന് ഞാൻ പോയിക്കോട്ടെ. അതുപോലെ തന്നെ ഞാൻ ചെയ്തേക്കാം. ഓക്കെ. ഇന്ദു ചൂട, നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്ക് പിന്നെ കാണാം. 10 മിനിറ്റിൽ പടം തരുന്നു. നമ്മളിങ്ങനെ പരിഹരിച്ച് സോൾവ് ചെയ്ത് ആ വിഷയം കഴിഞ്ഞോടെ. അല്ല, അങ്ങനെയല്ല. ഇത് സ്റ്റോറി അത് പരിഹാരം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് ഫസ്റ്റ്. അതെ, പരിഹാരം പപ്പൻ ഇതാണ് പരിഹാരം ഉണ്ടാക്കുന്നത്. ചിതാഭസ്മം ഒഴുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇത് ചിതാഭസ്മം ഒഴുക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒഴുക്കുന്നതിനെ പറ്റിയിട്ടാണ് പരിഹാരമായില്ല. വേറെ സ്ഥലത്ത് കൊണ്ടിടുക എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല. പരിഹാരമായിട്ട് തോന്നിയില്ല. ഇത് ഒട്ടും തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, ഇത് കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് ആചാരപ്രകാരം പുഴയിൽ ഒഴുക്കേണ്ടത് നിങ്ങൾ പറയുന്ന അതിന്റെ ചോട്ടിലിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഇത് എഴുതിയ സ്ക്രിപ്റ്റ് എഴുതിയ ആളില്ലേ, അയാളൊന്ന് വിളിച്ചു ചോദിക്കാം. അയാൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്കൊന്ന് വിളിക്കാം അയാളോട്. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ പരിഹാരം നിങ്ങൾ അങ്ങനെ തുടക്കത്തിൽ വന്നിട്ട് ഇക്ക പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെ. അല്ല, അതെ ഞാൻ പറയട്ടെ, ആ പരിഹാരത്തിലേക്കാണ് വരുന്നത്. അദ്ദേഹത്തിനോട് വിളിക്കും. അല്ല, അത് അങ്ങനെ പരിഹാരമില്ല. കാരണം വെച്ചാൽ ഒരു സ്കിറ്റിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന സംഭവമാണ്. അത് പരിഹാരം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ ആകാംക്ഷയായിട്ട് ഇപ്പൊ എന്തോ ഒരു വലിയ ഇന്നവരെ കാണാത്തൊരു സാധനം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും എന്നൊക്കെ പറഞ്ഞു. ഇതാണ് പരിഹാരം. ഞാൻ പരിഹാരം. അതെ, ഷോ ഡയറക്ടർ അനൂജ് പറഞ്ഞത് ഷാജി ചേട്ടൻ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഷാജി ചേട്ടനെ കൊണ്ട് മിമിക്രി ചെയ്യിക്കണം, മോഹൻലാൽ ചെയ്യിക്കണം. എപ്പിസോഡ് തുടങ്ങിയപ്പോ എലീന ചോദിച്ചു മിമിക്രി. നാസിക ചോദിച്ചില്ലേ അവൻ മിമിക്രി ഒക്കെ ചെയ്യുന്ന മിമിക്രി വന്ന ആളാണെന്ന്. എന്നിട്ട് മോഹൻലാലിന്റെ സൗണ്ട് പറഞ്ഞില്ല, മിമിക്രി ചെയ്തില്ല. അപ്പോഴാണ് ഷോ ഡയറക്ടർ അനീഷിനെ വിളിച്ചു പറഞ്ഞു, അനീഷ് ഇങ്ങനൊരു സംഭവം നടന്നു. അപ്പൊ അനീഷ് പറഞ്ഞു എന്നെ കണ്ടു, എങ്ങനെ സഹി ചേട്ടനെ കൊണ്ട് മോഹൻലാലിന്റെ ഒരു ക്യാരക്ടർ ചെയ്യിക്കാം, അതിനുള്ള പരിഹാരമാണ് ഞാനിപ്പോ ചെയ്തത്. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലോ ഇപ്പം നാസികയ്ക്ക് പരിഹാരം കണ്ടത് മനസ്സിലായോ? പരിഹാരം പാടേണ്ടി വരും. അത് ആ പാട്ടോടെ പാടിയാൽ ഞങ്ങൾക്ക് അങ്ങ് പോകായിരുന്നു. ഞങ്ങളുടെ കാര്യത്തില്ലേ, രണ്ടുപേരുടെ കാര്യത്തില്ലേ. പാട്ട് പാടുന്നില്ല, ഒരു മ്യൂസിക് ഇട്ട് തരാൻ പോകും. എല്ലാതെങ്കിലും ഇടും. ഞങ്ങൾ ഇവിടെ പോട്ടെ. എലീന വരൂ, ഞങ്ങളെ രക്ഷിക്കും. ഞാനൊരു പരിഹാരം പറയാം. ഇതെന്തായാലും ചേട്ടനുള്ളൊരു പണിയാന്നുള്ളത് മനസ്സിലായില്ലേ? ചെറിയൊരു പണിയാണ്. അവിടെ ഇരിക്കായിരുന്നു ചുമ്മാ.